തൃശൂർ കൊടുങ്ങല്ലൂരിൽ വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് 5 പവൻ സ്വർണം കവർന്നു. കോട്ടപ്പുറം ടോളിന് സമീപം കള്ളുഷാപ്പിനടുത്ത് തോപ്പിൽ ആനന്ദന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ആനന്ദന്റെ ഭാര്യ രതിയുടെ സ്വർണമാലയാണ് നഷ്ടപ്പെട്ടത്. വീടിന്റെ അടുക്കളവാതിൽ കുത്തിത്തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മാല കവരുകയായിരുന്നു. രാവിലെ വീട്ടുകാർ ഉറക്കമുണർന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞാൻ 5:30 എണീറ്റതാണ് രാവിലെ. ഒന്നും അറിഞ്ഞില്ല. രാവിലെ എണീറ്റിട്ട് നോക്കിയപ്പോൾ ഗ്രില്ലും വാതിലൊക്കെ തുറന്നെടുക്കണം. അപ്പോൾ വാതിൽ നോക്കിയപ്പോൾ ഇതൊക്കെ പൊളിച്ചിട്ടേക്കാണ്. കട്ടിലപ്പടി ഇതൊക്കെ ലോക്കൊക്കെ പൊളിച്ചിട്ട് അങ്ങനെ ഞാൻ വേഗം ചെന്ന് മാലയാണ് നോക്കി. ആ മുറി ചെന്ന് നോക്കി. ഇപ്പോൾ കറക്റ്റൊരു മാലയില്ല. അതാണ് സംഭവിച്ചത്. സ്ലാവുമ്മലാണ് അടിയിലാണ് വെച്ചിരുന്നത്. വേറെ ഒരു അനക്കവും പറ്റിയിട്ടില്ല. സാരികളൊക്കെ അങ്ങോട്ട് നീങ്ങൊന്നും ചെയ്തില്ല. നേരെ ഇത് തപ്പിയെടുത്ത് പോയിട്ടുണ്ട്. അലമാര താക്കോലുണ്ടായിരുന്നു. അലമാരൊന്നും തുറന്നില്ല. ഈ സാധനം എടുത്തിട്ട് പോയി. പോലീസിന്റെ രാത്രികാല പെട്രോളിങ്ങിന്റെ കുറവാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ പ്രദേശത്ത് ഇത്തരം കളവുകൾ വരുന്നത്. നമുക്കറിയാം, കൊടുങ്ങല്ലൂര് പല ഭാഗങ്ങളിലെ രാത്രികാല കടകൾ തുറന്ന് പ്രവർത്തിക്കുകയാണ്. ഇത്തരം കള്ളന്മാർക്ക് രാത്രികാലത്ത് തങ്ങാനായിട്ട് അത്തരം കടകൾ അനുയോജ്യമായ സാഹചര്യങ്ങളാണ്. അത്തരം മേഖലകളിൽ രാത്രികാലത്ത് പോലീസ് പെട്രോളിംഗ് നടത്തി അത്തരം കള്ളന്മാരെ നിരീക്ഷിച്ചാൽ ഇത്തരം കളവുകൾ ഒഴിവാക്കാവുന്നതാണ്. രാത്രികാലങ്ങളിൽ ഇത്തരം കടകൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രദേശവാസികൾക്ക് എന്നും ഭീഷണി തന്നെയാണ്. അക്രമങ്ങളും ഒരു കാലത്ത് അക്രമങ്ങൾ അരങ്ങേറിയ കൊടുങ്ങല്ലൂര് രാത്രികാലങ്ങളിൽ 9 മണി 10 മണിയാകുന്ന നേരത്ത് കടകൾ അടപ്പിച്ചപ്പോൾ സമാധാന അന്തരീക്ഷം നമുക്ക് കിട്ടിയ ഒരു സാഹചര്യമുണ്ട്.